കോഴിക്കോട് ചെറുവണ്ണൂരിൽ 2 കടകൾ കത്തിനശിച്ചു തീപിടുത്തമുണ്ടായി. ഇന്ന് പുലർച്ചെ 2:30 മണിക്കാണ് തീപിടിച്ചത്. 15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് കടയുടമകൾ. നിഖിൽ പ്രമേഷ് അപ്ഡേറ്റ് ചെയ്യും. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നിഖിലെ, ഈ തീപിടുത്തത്തിൻ്റെ കാരണം എന്താണെന്ന് പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞു? ഗുഡ് മോർണിംഗ്. ഈ തീപിടുത്തം ഒരു ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടായതാണ് എന്നുള്ളതാണ് കടയുടമ വ്യക്തമാക്കുന്ന കാര്യം. നമുക്കറിയാം, ദേശീയപാത നവീകരണത്തിന്റെ ഒക്കെ ഭാഗമായി അവിടെ പണി നടക്കുന്നുണ്ട്. അതിനോട് ചേർന്നാണ് ഇന്ന് പുലർച്ചെ 2:30 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 2 കടകളാണ് കത്തി നശിച്ചിട്ടുള്ളത്. ഇത് ചെറുവണ്ണൂർ ജംഗ്ഷനിൽ തന്നെയാണ്. അവിടെയാണ് ഈ 2 കടകൾക്ക് തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കടകൾക്ക് മുകളിലൂടെ പുക ഉയരുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ആദ്യം ഓടിയെത്തിയതും തീയണയ്ക്കാൻ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചതുമൊക്കെ. മീൻചന്തയിൽ നിന്നുള്ള 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ആ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയത്. 15 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് കടയുടമകൾ വ്യക്തമാക്കുന്ന കാര്യം. ഒരു മിൽമയുടെ ഒരു കടയ്ക്ക് മടപ്പം തന്നെ ഒരു പലചരക്ക് സ്ഥാപനത്തിനുമാണ് തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും രാവിലെ ആകുമ്പോഴേക്കും തീയൊക്കെ നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.